ഭാഗത്തു നിന്നും ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ VC ഈ വീട് സന്ദർശിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന ഗവൺമെൻറ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, പൂക്കോട് സിദ്ധാർത്ഥൻ്റെ കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് ഇതിനെല്ലാം കാരണമായി മാറിയത്. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വേണ്ടപ്പെട്ട ആളുകളാണ് ഈ ഒരു കേസിലെ കുറ്റവാളികൾ. ദിവസങ്ങളോളം തടഞ്ഞു വെച്ച് ക്രൂരമായ രീതിയിൽ റാഗ് ചെയ്ത് മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആ കൊലപാതകം മറച്ചുവെക്കാൻ അവിടെയുള്ള വിദ്യാർത്ഥികളെയും സ്റ്റാഫിനെയും മുഴുവൻ തലശ്ശേരിയിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും വിനോദയാത്രയ്ക്ക് അയച്ച് അതൊരു കൊലപാതകമാണെന്നും അത് പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ഗൂഢാലോചനയും അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥി നേതാക്കളും ചേർന്ന് നടത്തി. അതിനുശേഷം വൈസ് ചാൻസലർ അച്ചടക്ക നടപടിയെടുത്ത വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചു. എന്നിട്ട് കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള സമീപനം സ്വീകരിച്ചു. ഇതെല്ലാം CPM നടത്തുന്നതാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ അറിവോടുകൂടി പോലീസ് ഈ കാര്യത്തിലെടുത്തിട്ടുള്ള കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഇപ്പോൾ ഗവർണറുടെ ഇത്തരം ഇടപെടലുകൾ ആവശ്യമായി വന്നിരിക്കുന്നത്. ഇപ്പോൾ വൈസ് ചാൻസലറെ മാറ്റി പുതിയ വൈസ് ചാൻസലർ വന്നു. ശക്തമായിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. നീതി ലഭിക്കുന്നത് വരെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഗവർണറുടെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടികളുണ്ടാവും. സിദ്ധാർത്ഥൻ്റെ കൊലയാളികളെ മുഴുവൻ നിയമത്തിന് അകത്ത് കൊണ്ടുവരാതെ ഒരു തരത്തിലുള്ള വിശ്രമവുമില്ല എന്നുള്ള സമീപനമാണ്. സർക്കാർ ഈ CBI അന്വേഷണത്തിന് രേഖകൾ ഡൽഹിയിലേക്ക് അയക്കാനല്ല. അത് CBI അന്വേഷണം പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറക്കുകയും അത് ആവശ്യമായ സ്ഥലത്ത് ലഭ്യമാക്കുകയും എത്തിക്കുകയും ചെയ്യാതിരിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി തന്നെയാണ് ഇങ്ങനെ ഒരു കള്ളക്കളിക്ക് നേതൃത്വം നൽകുന്നത്.